ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടും വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോഴേ ഒരുപാട് പ്രോസസ്സിംഗ് ആണ്, അതേപോലെ തന്നെ ഒരുപാട് സമയമൊക്കെ എടുക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. കുക്കറിൽ നമ്മൾ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമയവും ലാഭമാണ്, വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഈ സ്റ്റെപ്പ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയാവും. ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നിട്ട് ആ ബെല്ലൈക്കൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇത് എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് കുക്കറിൽ തന്നെയാണ്. അപ്പോൾ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകമാണ്, അത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു വയനയില ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇടുകയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 2 പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു തക്കോലം 3 ഏലയ്ക്ക ഒരു 4 പീസ് അളവിൽ ഗ്രാമ്പൂവും കൂടിയാണ്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഇത് ഇത്രയും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ചെറിയ രീതിയിൽ ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 പച്ചമുളകാണ്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടി ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ചേർക്കരുത്, ചതച്ച് തന്നെ ഫ്രഷ് ആയിട്ടൊന്ന് ചേർത്തേക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ചെറിയ രീതിയിലെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ചേർക്കാം ഇതിലേക്ക്. എല്ലാം നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചടപടയെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ കുക്കർ ബിരിയാണി എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ സവാള എല്ലാം ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ കളറെല്ലാം ഒന്ന് ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. കൂടെ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാലയും കൂടിയാണ്. അപ്പോൾ ഈ ബിരിയാണി മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്ന് 1 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറാനും മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു രീതിക്ക് മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു തക്കാളി, അത്യാവശ്യം വലിയ സൈസിൽ ഒരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ആ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈ ഒരു അളവിൽ ഒരു 1/4 കപ്പ് അളവിൽ തൈരും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 600 ഗ്രാം അളവിൽ ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ സൈസ് എല്ലാം ഒരു മീഡിയം അളവിൽ ഇരുന്നാൽ മതിയാവും. ഒരുപാട് തീരെ ചെറുതാക്കാനും നിൽക്കണ്ട, ഒരുപാട് വലുതാക്കാനും നിൽക്കണ്ട. ഈ ഒരു അളവിലാണ് കേട്ടോ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് ഹൈയിൽ തന്നെ വെച്ചിരിക്കണം. ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. 2 മിനിറ്റ് നേരം ഞാനിതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 400 ഗ്രാം അളവിലെ ബസ്മതി റൈസാണ്. 250 ml കപ്പിൽ 2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളത്.
അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടിയാണ്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് വെള്ളമാണ് വെക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ അരി എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ബസ്മതി റൈസ് മാത്രം വേവിച്ചെടുക്കുന്ന സമയത്ത് ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം വേണ്ടത്. പക്ഷെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ബിരിയാണി വെക്കുന്നതിൻ്റെ പോലെ തന്നെ ചിക്കനിൽ ധാരാളം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കുറച്ച് വേണം നമ്മൾ ഇതിലേക്ക് വെക്കാനായിട്ട്. അതായത് 2.5 കപ്പ് അളവിൽ മാത്രമേ വെള്ളം വെക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 3 കപ്പ് അളവിലാണ് വെള്ളം വെക്കേണ്ടത്. 2 കപ്പ് അരിക്ക് നമ്മളിപ്പോൾ 2.5 കപ്പ് അളവിൽ വെള്ളം വെക്കുന്നു. കാരണം 1/2 കപ്പ് അളവിലുള്ള വെള്ളം നമ്മുടെ ചിക്കനിൽ തന്നെ ഉണ്ടാവും, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വെള്ളം വെക്കുന്ന അളവ് എല്ലാവരും ഒന്ന് പ്രത്യേകം കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഇനി നമ്മുടെ ഈ ബിരിയാണിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഒരല്പം ഉപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം, ആ ഒരു രീതിക്ക് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അതായത് നമ്മുടെ ഈ ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവണം, അരിയിലൊക്കെ നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവണം. നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ ഉണ്ടാവണം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു 2 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ, ഫ്ലെയിം കുറച്ച് വെക്കരുത്, എങ്കിൽ പിന്നെ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഇങ്ങനെ ഒന്നിരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു സമയം തന്നെ തുറക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുള്ളതെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ചെറിയൊരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. അതായത് നല്ലതുപോലെ ചോറൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ഇളക്കാൻ വേണ്ടി നിൽക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ഒരല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് യോജിപ്പിച്ച് നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ കുക്കർ ചിക്കൻ ബിരിയാണി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണെന്ന്. അപ്പോൾ ഇനി ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര പാടായിട്ട് നിങ്ങൾ തയ്യാറാക്കാതിരിക്കേണ്ട. ഈസി ആയിട്ട് കുക്കറിൽ ഇതുപോലെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.